ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. രാജ്യത്തിൻ്റെ ബഹുസ്വരത, വൈവിധ്യം എന്നിവയാണ് ഇന്ത്യയുടെ സംസ്കാരം. അത് നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു താക്കീതിൻ്റെ രൂപത്തിൽ, സ്വരത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് കുമാർ മുഖർജി സംസാരിക്കുകയുണ്ടായി. ഇവ നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ദാദ്രിയിലുണ്ടായത് എന്ന ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പുസ്തക പ്രകാശന യോഗവുമായി ബന്ധിപ്പിച്ച്. സെപ്റ്റംബർ 28-നാണ് മുഹമ്മദ് അഖ്ലാഖ് കൊല്ലപ്പെട്ടത് ദാദ്രിയിൽ. നമുക്കറിയാം, ഇന്നലെ ഒക്ടോബർ 8-ആണ്. 10 ദിവസങ്ങൾ പിന്നിടുന്നു. 10 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റിന് ശേഷം അതേ സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറായത് എന്ന് നാം ഓർക്കണം. അതും ബീഹാറിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവെയാണ് അദ്ദേഹം തൻ്റെ പ്രതികരണം അറിയിച്ചത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത്, ഇരുകൂട്ടരും ദാരിദ്ര്യത്തിനെതിരെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ആളുകളോട് പറഞ്ഞത്. ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടേണ്ടവരല്ല, ദാരിദ്ര്യത്തിനെതിരെ പൊതുവായി യുദ്ധം ചെയ്യേണ്ടവരാണ്. ഇന്ത്യൻ പ്രസിഡന്റ് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ബഹുസ്വരത, വൈവിധ്യം എന്നിവ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞത് തികച്ചും ശരിയാണ് എന്നുകൂടി ആ സമ്മേളനത്തിൽ അദ്ദേഹം പറയുമ്പോൾ, പ്രസിഡന്റ് പറഞ്ഞിരുന്നില്ല എങ്കിൽ അതേ സംബന്ധിച്ച് താൻ പ്രതികരിക്കുമായിരുന്നില്ല ഇപ്പോഴും എന്ന് പറയാതെ പറയുകയാണ് മോദി ചെയ്തത്. ഏതായാലും 10 ദിവസങ്ങൾ വേണ്ടി വന്നു മോദിക്ക് ഒന്ന് പ്രതികരിക്കാൻ. ആ പ്രതികരണത്തിൻ്റെ വാർത്ത വൻ വാർത്തയായി ഇന്ന് പത്രലോകം നൽകിയിരിക്കുന്നു. കാരണം യഥാർത്ഥ പ്രശ്നങ്ങളോട് പ്രതികരിച്ച് ശീലമില്ലാത്തയാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഏതായാലും ദാദ്രി സംഭവത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രതികരിച്ചത് കൗതുകകരമായാണ് മാധ്യമലോകം കണ്ടിരിക്കുന്നത്. സിറാജ് എന്ന പത്രം അത് 1-ാം പേജിൽ പ്രത്യേക പ്രാധാന്യത്തോടെ ഒരു പെട്ടി വാർത്തയായി നമുക്ക് തരുന്നത് കാണുക. ദാദ്രി മൗനം വെടിഞ്ഞ് മോദി, പോരടിക്കേണ്ടത് ദാരിദ്ര്യത്തോട്. രാഷ്ട്രീയ നേതാക്കൾ നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ജനങ്ങൾ അവഗണിക്കണം. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനകളാണ് അവ. അത് അവസാനിപ്പിക്കണം. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഇത്തരം പ്രസ്താവനകൾക്ക് ജനങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് മോദി ആയാൽ പോലും എന്ന് മോദി തന്നെ പ്രസംഗിച്ചിരിക്കുന്നു. രസകരമാണ് പ്രസംഗം. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് പ്രധാനമന്ത്രി മോദിയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്ന് തന്നെ മോദി പറഞ്ഞു. പശുവിറച്ചി വീട്ടിൽ സൂക്ഷിച്ചെന്നാരോപിച്ച് ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ കർഷകനെ തല്ലിക്കൊന്ന വിഷയത്തിൽ മൗനം വെടിയുകയായിരുന്നു മോദി. ഏതായാലും മോദി പറഞ്ഞത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്നാണ്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകോത്തര നിലവാരത്തിൽ സഞ്ചരിക്കുന്നയാളാണ് മോദി. 29 വിദേശയാത്രകൾ നടത്തി കുറഞ്ഞ കാലം കൊണ്ട് റെക്കോർഡിട്ടയാളാണ്. 30ാമത് വിദേശയാത്ര. ബ്രിട്ടനിലേക്കുള്ള വിദേശയാത്രയ്ക്ക് അദ്ദേഹം ഒരുങ്ങുന്നു. അതിൻ്റെ മുന്നോടിയായി ധാരാളം RSSകാരെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. പൊതുയോഗം സംഘടിപ്പിക്കുക എന്ന പണിയാണിപ്പോൾ RSSകാർക്കുള്ളത് വിദേശത്ത്. ഏതായാലും ക്ഷീണം മാറിയാൽ ഉടൻ അദ്ദേഹം വിദേശത്തേക്ക് സഞ്ചരിക്കും. അദ്ദേഹമാണ് പറഞ്ഞത്, വിദേശത്ത് പോലും അപമാനിക്കപ്പെട്ട ഒരു വാർത്തയായി ദാദ്രി മാറിയപ്പോൾ അദ്ദേഹം പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്ന്. 10 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം സത്യം കണ്ടു എന്ന് നാം തെറ്റിദ്ധരിക്കരുത്. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും പരസ്പരം ഏറ്റുമുട്ടരുത് എന്ന് പറയുമ്പോൾ ഹിന്ദുക്കളോട് ഏറ്റുമുട്ടാൻ മുസ്ലിങ്ങൾ ചെന്നിരുന്നു എന്നാണല്ലോ അർത്ഥം. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർന്ന കാലം മുതൽ ദാദ്രി വേളയിലുള്ള സംഭവഗതികൾ നമ്മൾ പരിശോധിച്ചാൽ സംഘപരിവാർ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തൊടുത്തു വിടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ, ഗുജറാത്തിലാണല്ലോ ഏറ്റവും വലിയ കലാപം നടന്നത്, അത് ആരുടെ ആഭിമുഖ്യത്തിലെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഴയ ആ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രധാനമന്ത്രിയായിട്ടും പഴയ മുഖ്യമന്ത്രിയുടെ ഹൃദയം തന്നെ സൂക്ഷിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ട രീതിയിൽ ഹിന്ദുക്കൾ
മുസ്ലിങ്ങൾ ഹിന്ദുക്കളോട് ഏറ്റുമുട്ടാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അക്രമിയുടെ തലത്തിലേക്ക് മുസ്ലിങ്ങളെ എത്തിക്കുക കൂടി ചെയ്തു മോദി. ഈ പ്രസ്താവന നടത്തുമ്പോഴും കണ്ടു കാര്യങ്ങളെന്ന് അംഗീകരിക്കുമ്പോഴും സത്യമായി പറയാനുള്ള ആർജവം അദ്ദേഹത്തിനുണ്ടോ എന്ന സംശയം അവശേഷിക്കുന്നു. മുസ്ലിങ്ങൾ ആക്രമണകാരികളാണെന്ന് പറയാതെ പറയുകയാണ് വീണ്ടും പ്രധാനമന്ത്രി ചെയ്തത്. മുഹമ്മദ് അഖ്ലാഖ് യാതൊരു ആക്രമണവും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ സെപ്റ്റംബർ 28 ദാദ്രിയിലെ തൻ്റെ ഗ്രാമീണ വസതിയിൽ സ്വസ്ഥമായി ഇരിക്കുമ്പോഴാണ് ഒരു അമ്പലത്തിൽ നിന്ന് വന്ന മൈക്ക് അനൗൺസ്മെൻറ്റിൻ്റെ ഭാഗമായി 200ഓളം സംഘപരിവാർ ആളികൂളി സംഘങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന് അയാളെ ഇടിച്ചു കൊന്നത് എന്ന യാഥാർത്ഥ്യം ലോകത്തിനറിഞ്ഞിട്ടും പാവം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇപ്പോഴും പൂർണ്ണമായും അതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. അല്ലെങ്കിൽ അദ്ദേഹം അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നതാണ് സത്യം. നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മനസ്സിൻ്റെ ഉള്ളറകളിൽ ഇപ്പോഴും പഴയ ഗുജറാത്ത് മുഖ്യമന്ത്രി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മുഖ്യമന്ത്രിയാണ് സത്യത്തിൽ മരിക്കേണ്ടത്. മറ്റൊരു വാർത്ത, അതേ വാർത്തയ്ക്കൊപ്പം തന്നെ സിറാജ് ഇന്ന് തരുന്നത്, ഒരിക്കൽ കൂടി ഇന്ത്യൻ പ്രസിഡന്റ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു. കാണുക, മതത്തെ അധികാരത്തിനുള്ള മറയാക്കരുത് എന്ന് രാഷ്ട്രപതി വീണ്ടും പറഞ്ഞിരിക്കുന്നു. മതത്തെ അധികാരദാഹം തീർക്കാനുള്ള മറയായി ഉപയോഗിക്കരുത് എന്ന് രാഷ്ട്രപതി പ്രണബ് മുഖർജി. ചില വ്യക്തികളുടെ അധികാരം ഉറപ്പിക്കുന്നതിനായി നടക്കുന്ന വിദ്വേഷ പ്രചാരണവും ഭീതിവൽക്കരണവും ഉടൻ നിർത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ചില വ്യക്തികളുടെ അധികാര മോഹത്തിന് വേണ്ടി നടത്തുന്ന ഈ കളിയുണ്ടല്ലോ, അത് നിർത്തണമെന്ന് പറയുമ്പോൾ ആരാണ് ഈ ചില വ്യക്തികളെന്ന് പകൽ പോലെ വ്യക്തമാകുന്നു മോദിയുടെ ഈ മുസ്ലിം ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി വായിക്കുമ്പോൾ. അതുകൊണ്ട് മൗനം വെടിഞ്ഞു മോദി. പക്ഷേ വെടിഞ്ഞത് അത്ര വെടിപ്പായില്ല. കാരണം മൗനം വെടിഞ്ഞെങ്കിലും അദ്ദേഹം അതിൻ്റെ മർമ്മം മറച്ചു വെച്ചു എന്നാണ് ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലപാടെടുക്കുന്ന മാധ്യമം എന്ന പത്രം ഈ വാർത്ത ലീഡാക്കുമ്പോൾ നമ്മോട് പറയുന്നത്. മൗനം വെടിഞ്ഞ് പക്ഷേ മർമ്മം മറച്ച് മോദി ലീഡിൽ തന്നെ ആ വാർത്തയുടെ മർമ്മം കൊണ്ടുവന്നിരിക്കുന്നു മാധ്യമം. അതിമനോഹരമായ പ്രസൻറ്റേഷൻ എന്ന് പറയാതെ വയ്യ. മൗനം വെടിഞ്ഞ് മർമ്മം മറച്ച് മോദി. ദാദ്രി സംഭവത്തിൽ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ വാക്കുകളിൽ തൂങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. മൗനം വെടിഞ്ഞ് മർമ്മം മറച്ച് മോദി. ദാദ്രി സംഭവത്തിലെ നിശബ്ദതയ്ക്ക് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ മൗനം വെടിഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രശ്നത്തിന് ഉത്തരവാദികളെന്ന മട്ടിലാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഒരു പാതിവെന്ത പ്രതികരണമാണ്. ആ കസേരയിലിരുന്ന ഉന്നത ശിഷ്ടരായ മറ്റാളുകളുണ്ട്. നമുക്കറിയാം, ഒരുപക്ഷെ 2002 ഗുജറാത്തിലെ മനുഷ്യഹത്യ നടക്കുമ്പോൾ അതേ കസേരയിലിരുന്ന വാജ്പേയി എന്താണ് പറഞ്ഞത്? മോദിയോട് അദ്ദേഹം പറഞ്ഞത് രാജ്യതന്ത്രം പഠിക്കണം എന്നാണ്. അതുമാത്രമല്ല, അപമാനകരമായ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്ന ഉന്നത ശിഷ്ടരായ പ്രധാനമന്ത്രിമാർ ഇരുന്ന കസേരയിൽ ഇരിക്കുമ്പോഴും മോദിക്ക് പൂർണ്ണമായും മൗനം വെടിയുമ്പോൾ പോലും മർമ്മം കാണാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴും മോദി ബീഹാറിൽ പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ കാശ്മീരിലെ സഭാതലത്തിൽ അസംബ്ലി ഹാളിൽ എന്താണ് ചെയ്തത്? അതും കാണുക. ബീഫ് പാർട്ടി നടത്തിയ MLAക്ക് കാശ്മീർ നിയമസഭയ്ക്കകത്ത് മർദ്ദിച്ചത് BJP MLAമാരാണ്. ഒരു വശത്ത് വലിയ വലിയ വർത്തമാനം പറയുന്നു മോദി, ബീഹാറിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദാദ്രി സംഭവത്തിൽ കണ്ണീർ പൊഴിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ബീഫിൻ്റെ പ്രശ്നവുമായി മാട്ടിറച്ചിയുടെ പ്രശ്നവുമായി ബന്ധിപ്പിച്ച് സഭാതലത്തിൽ തന്നെ അസംബ്ലിക്കുള്ളിൽ തന്നെ ഒരു സ്വതന്ത്ര മുസ്ലിം MLAയെ മർദ്ദിക്കുകയും ചെയ്തു. എങ്ങനെയുണ്ട് നേതാവ്, എങ്ങനെയുണ്ട് അനുയായികൾ? കാണുക. ബീഫ് സൽക്കാരം നടത്തിയ MLAയെ കാശ്മീർ നിയമസഭയ്ക്കകത്ത് BJP അംഗങ്ങൾ മർദ്ദിച്ചു. സ്വതന്ത്ര MLA ഷൈഖ് അബ്ദുൾ റഷീദിനാണ് മർദ്ദനമേറ്റത്. ബീഫ് നിരോധനത്തിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച MLA ഹോസ്റ്റലിൽ റാഷിദ് സൽക്കാരം നടത്തിയെന്ന് ആരോപിച്ചാണ് കുനിച്ചു നിർത്തി ഇടിച്ചത് ഈ MLAയെ സഭാതലത്തിൽ തന്നെ വെച്ച്. അതാണ് മോദിയുടെ അനുയായികൾ കാശ്മീരിൽ കാണിച്ചത്. മോദി
ബീഹാറിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ. കോൺഗ്രസിൻ്റെ ആക്ഷേപവും കൂടി വന്നിരിക്കുന്നു. കോൺഗ്രസ് മോദിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചു. 10 ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിലും ദയനീയമായ ദാരുണമായ ഒരു സംഭവത്തിൻ്റെ പേരിൽ പ്രതികരിക്കാനുള്ള ആർജവം കാണിച്ച പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തെ അംഗീകരിക്കുമ്പോൾ തന്നെ മോദി വഴുതി മാറിയെന്ന് കോൺഗ്രസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യഥാർത്ഥ വിഷയം സ്പർശിക്കാതെ വഴുതി മാറിയെന്ന് കോൺഗ്രസ്. ദാദ്രിയിലെ നിഷ്ഠൂരമായ നരഹത്യയെ അപലപിക്കാതെയാണ് മോദി ഇന്നലെ സംസാരിച്ചതെന്ന് പാർട്ടി വക്താവ് RPN സിംഗ് പറഞ്ഞ കാര്യം ദീപിക 1-ാം പേജിൽ പ്രധാന വാർത്തയ്ക്കൊപ്പം ഒരു ഇൻസെറ്റ് വാർത്തയായി ഇന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഒരു തരത്തിൽ ആലോചിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയം കടന്നുപോകുന്ന ദൈന്യം നിറഞ്ഞ സഞ്ചാരപഥം എന്ത് എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. മാട്ടിറച്ചി ഇപ്പോൾ ഒരു ഭക്ഷണ പദാർത്ഥമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ വിഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാട്ടിറച്ചി മാത്രമല്ല, കാവി പുതച്ച ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രശ്നത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാം വായിക്കുകയുണ്ടായി. സംഗീതവും ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറി. പാക് പൗരനായ ഗുലാം നബിയുടെ ഗസൽ സന്ധ്യ നാളെ ബോംബെയിൽ നടക്കേണ്ടതായിരുന്നു. എന്നാൽ ശിവസേന അതിനെ എതിർത്തത് ഗായകൻ പാകിസ്ഥാനി ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് അത് അംഗീകരിക്കില്ല. എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ആ പരിപാടി മാറ്റിവെക്കുകയുണ്ടായി. ബോംബെ കാണിച്ച തെറ്റിന് ദില്ലി സമാധാനം കാണുന്നു, പ്രായശ്ചിത്തം ചെയ്യുന്നു. കാണുക മാധ്യമത്തിൻ്റെ പൊതുവൃത്താന്തം വാർത്ത. ഗുലാം അലിക്ക് ഡൽഹി സർക്കാരിൻ്റെ ക്ഷണം എന്ന ശീർഷകത്തിൽ സചിത്രമായ ഒരു വാർത്തയാണത്. വളരെ ചെറുതായാണ് അത് നൽകിയെങ്കിലും അത്രയെങ്കിലും നൽകിയല്ലോ ഈ പത്രമെന്ന് ആശ്വസിക്കാം. ശിവസേനയുടെ എതിർപ്പിനെ തുടർന്ന് മുംബൈയിൽ റദ്ദാക്കിയ സംഗീത പരിപാടി ദില്ലിയിൽ നടത്താൻ ആം ആദ്മി പാർട്ടി സർക്കാർ പാകിസ്ഥാൻ ഗായകൻ ഗുലാം അലിയെ ക്ഷണിച്ചു എന്ന നിലയ്ക്ക് ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് മാതിരി ഒരു സംഗീത ഫെസ്റ്റും സമാന്തരമായി വരുന്നു. ഫാസിസം അതിൻ്റെ തേരോട്ടം നടത്തുന്നു എന്ന് മാത്രമല്ല, ആ തേരോട്ടത്തിൻ്റെ എതിർ ശക്തികളും രംഗത്ത് വന്നിരിക്കുന്നു എന്ന കാര്യം ഒരു നല്ല കാര്യമായി തന്നെ പരിഗണിക്കണം. ഇനി നമുക്ക് പുതിയ ചില കാര്യങ്ങളിലേക്ക് വന്നാൽ, കേരളത്തിലെ കാര്യങ്ങളിലേക്ക് വന്നാൽ, മൈക്രോ ഫൈനാൻസുമായി ബന്ധിപ്പിച്ച ആക്ഷേപങ്ങളിൽ ആടി ഉലയുന്നു വെള്ളാപ്പള്ളിമാരും അവർ നടത്താൻ പോകുന്ന രഥയാത്രയും. മൈക്രോ ഫൈനാൻസ് നാരായണീയ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഗുരുനാരായണൻ്റെ പ്രശ്നങ്ങളെ അപമാനിച്ചു വെള്ളാപ്പള്ളി നടേശൻ എന്ന ആക്ഷേപമായിരുന്നു പിണറായി വിജയൻ ഉന്നയിച്ചത് എങ്കിൽ, അത് ഗൗരവതരമായ ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നു എങ്കിൽ, തൊട്ടുപിറകെ VS അച്യുതാനന്ദൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ഒരു തട്ടിപ്പിനെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. ആ തട്ടിപ്പാണിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. തട്ടിപ്പ് തെളിയിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് മൈക്രോ ഫൈനാൻസിംഗ് എന്ന സമ്പ്രദായവുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി എന്ന പത്രം പൊതുവാർത്താ പേജിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ SNDPയുമായി ബന്ധിപ്പിച്ച് നടത്തിയ തട്ടിപ്പുകൾ ഇനിയും തെളിയിക്കപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും അതിൻ്റെ ചില വശങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു എന്ന് ദേശാഭിമാനി പറയുമ്പോൾ, സത്യത്തിൽ ഈ രഥയാത്രയുടെ പിന്നിൽ ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം എന്ന മനോഗതി മാത്രമേ ഉള്ളുവോ എന്ന സംശയം കൂടുതൽ ശക്തിപ്പെടുന്നു. SNDPയുടെ മൈക്രോ ഫൈനാൻസിങ് ഇടപാടിൽ 2 കോടി തട്ടിയെന്ന് പറയുന്ന കഥയാണ് പൊതുവാർത്താ പേജിൽ ദേശാഭിമാനി തരുന്നത്. M രഘുനാഥ് ആ വാർത്ത തരുന്നത് കാണുക. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ പേരിൽ കോടികൾ വെട്ടിച്ചതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സംസ്ഥാന പിന്നോക്ക ജാതിക്ഷേമ കോർപ്പറേഷൻ മുഖേനയുള്ള മൈക്രോ ഫൈനാൻസ് വായ്പയ്ക്ക് 2007, 2008, 2009, കാലയളവിൽ അമിത പലിശ ഇനത്തിൽ മാത്രം വെള്ളാപ്പള്ളി നടേശൻ 2.5 കോടിയോളം രൂപ തട്ടിയെടുത്തതിൻ്റെ വിശദാംശങ്ങൾ തരുന്നു ദേശാഭിമാനി ഈ വാർത്തയിലൂടെ. SNDPയുടെ ആഭിമുഖ്യത്തിൽ പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വരാൻ പോകുന്നു എന്നും അതിൻ്റെ പേര് ധർമ്മയോഗ സേന എന്നായിരിക്കുമെന്നുമൊക്കെ
ആ അർത്ഥത്തിലുള്ള എന്തോ പേരൊക്കെ ആയിരിക്കുമെന്നൊക്കെ 2 മാസങ്ങൾക്ക് മുമ്പ് ആദ്യം റിപ്പോർട്ട് ചെയ്ത പത്രം അത് ഹിന്ദു പത്രം തന്നെയായിരുന്നു. ഹിന്ദുവിൻ്റെ 1-ാം പേജിൽ ആ വാർത്ത ഈ പംക്തി കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇന്ന് ഹിന്ദു കൂടുതൽ ആവേശകരമായ, ഒരുപക്ഷെ കൂടുതൽ അറിവുകൾ പകരുന്ന ഒരു വാർത്ത തരുന്നുണ്ട്. അതിൻ്റെ 6-ാം പേജിലാണ്. സംസ്ഥാന പുറത്താണ് ആ വാർത്ത തരുന്നതെങ്കിലും ആ വാർത്ത അവർ പ്രസ്താവിച്ച മുൻ വാർത്തകളുമായി ബന്ധിപ്പിച്ച് വളരെ കൃത്യമായി യോജിച്ചു പോകുന്നു എന്ന് മാത്രമല്ല, ഈ വാർത്ത സമാഹരിക്കുന്നതിന് വേണ്ടി വളരെയധികം ഇൻവെസ്റ്റിഗേറ്റീവ് യത്നങ്ങൾ ഒരുപക്ഷെ ഈ വാർത്ത തരുന്ന രാധാകൃഷ്ണൻ കുറ്റൂര് ഏറ്റെടുത്തിട്ടുമുണ്ടാകാം. കാണുക, ഒടുവിൽ ആ പൂച്ച പുറത്ത് ചാടി. നടേശൻ്റെ രഥയാത്ര ആരാണ് വിഭാവനം ചെയ്തത്? അത് SNDP ആണോ, അതോ വെള്ളാപ്പള്ളിമാരാണോ, അതോ നടേശനുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ആളുകളാണോ, അതോ ഇനി കേരളത്തിലെ BJP നേതാക്കളാണോ ഇത് പദ്ധതിയിട്ടത്? ആരുമല്ല, മറിച്ച് വിശ്വഹിന്ദു പരിഷത്താണ്. വിശ്വഹിന്ദു പരിഷത്തിൻ്റെ പ്രവർത്തകനായ മലയാളി കൂടിയായ പ്രതീഷ് വിശ്വനാഥൻ എന്നൊരാളാണത്രേ ഇതൊക്കെ വിഭാവനം ചെയ്തത്. കഴിഞ്ഞ 18 മാസമായി ഈ ആശയത്തിൻ്റെ പുറത്ത് അടയിരുന്ന് അദ്ദേഹം വിരിയിച്ച മുട്ടകളാണ് ഇപ്പോൾ സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കണിച്ചുകുളങ്ങര വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, വിറ്റുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വാർത്ത പറയുന്നത്. കാണുക, ദി ആർക്കിടെക്റ്റ് ഓഫ് SNDP BJP ടൈഅപ്പ്. SNDP BJP യോഗത്തിൻ്റെ അതിൻ്റെ ഐക്യത്തെ സംബന്ധിച്ച വീക്ഷണങ്ങളുടെ യഥാർത്ഥ ശില്പി എന്ന് പറയുന്നത് പ്രശാന്ത് വിശ്വനാഥൻ. കേവലം 34 വയസ്സുള്ള ഒരു അഭിഭാഷകനാണ്. കഴിഞ്ഞ 18 മാസമായി അദ്ദേഹം ഇതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രതീഷ് വിശ്വനാഥ്, എ 34-year-old lawyer, has worked for last 18 months to broker the alliance. സത്യത്തിൽ BJPയുടെ ദേശീയ നേതാക്കളുമായും വെള്ളാപ്പള്ളിമാരുമായും ഇടനില നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു 18 മാസമായി ഈ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പടം നമുക്ക് കാണാം. പ്രതീഷ് വിശ്വനാഥ് ഫ്ലാങ്ക്ഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഭാരതീയ ജനതാ പാർട്ടി പ്രസിഡന്റ് അമിത്ഷാ ഇൻ ദില്ലി. ദില്ലിയിൽ ഇരു നേതാക്കൾക്കും ഇടയിൽ നിൽക്കുന്നു. അമിത്ഷായ്ക്കും അതുപോലെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും ഇടയിൽ അദ്ദേഹം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ പ്രാധാന്യം മനസ്സിലാകും. ഇതേ രീതിയിൽ നടേശനെ കൊണ്ട് അവിടെ നിർത്തി കാണിച്ചു വിശ്വനാഥൻ, പ്രതീഷ് വിശ്വനാഥൻ. 18 മാസം കൊണ്ട് അദ്ദേഹം മനനം ചെയ്തെടുത്ത ഒരു വലിയ സംഭവമാണ് ഈ യാത്ര. ഒരുപക്ഷെ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ശ്രീ 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 രവിശങ്കർ കൂടിയാണ് എന്ന കാര്യമൊക്കെ ഒരുപക്ഷെ ഈ വിശ്വനാഥൻ തന്നെയായിരിക്കും വിഭാവനം ചെയ്ത് നെയ്തെടുത്തത്. അങ്ങനെ വലിയൊരു കോൺസ്പിറസി, വലിയൊരു ഗൂഢാലോചനയുടെ അരങ്ങേറ്റമാണ് ഇത് എന്നും ഒടുവിൽ ആ പൂച്ച് പുറത്ത് ചാടി എന്നും ഹിന്ദു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെല്ലാമോ എന്തെല്ലാമോ എവിടെയൊക്കെയോ ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ തെളിവാണ് ഹിന്ദു ഉചിത ഭംഗിയോടെ ഇന്ന് തന്നിരിക്കുന്നത്. ഇന്ത്യയിൽ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 11 ആണവ ശാസ്ത്രജ്ഞർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു എന്ന വാർത്ത പൊതുവൃത്താന്തം പേജിൽ മാധ്യമം തരുമ്പോൾ അപായകരമായ ഒരു ആപൽ സൂചനയുടെ വാർത്തയായി അത് മാറുന്നു. ഇന്ത്യയിൽ 4 വർഷത്തിനുള്ളിൽ 11 ആണവ ശാസ്ത്രജ്ഞന്മാർ മരിച്ചു. ആത്മഹത്യകളും മുങ്ങിമരണങ്ങളും അപകടങ്ങളും ഏറെ ദുരൂഹമായിരുന്നെങ്കിലും ഒന്നിൽ പോലും വ്യക്തമായ അന്വേഷണം ഉണ്ടായില്ല എന്നാണ് മാധ്യമം പറയുന്നത്. 2009-13 കാലത്ത് 11 ആണവ ശാസ്ത്രജ്ഞർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വാർത്ത മാധ്യമം തരുന്നു. അതേ പേജിൽ തന്നെ ആധാർ കാർഡ് നിർബന്ധമല്ല എന്ന ഉത്തരവ് തിരുത്താൻ ഹർജിയിൽ ഉടൻ നടപടി വരുമെന്നും 9 അംഗ വിശാല ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള ശ്രമം ദ്രുതഗതിയിൽ നടക്കുന്നു എന്ന വാർത്തയും മാധ്യമം തന്നിരിക്കുന്നു. തോട്ടം തൊഴിലാളികളുടെ സമരം 13-ാം തീയതി വീണ്ടും ചർച്ച. മനോരമ അത് 1-ാം പേജിൽ തരുന്നു. തോട്ടം തൊഴിലാളി പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര ട്രേഡ് യൂണിയനുകളുമായി 13-ാം തീയതി രാവിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചർച്ച നടത്തും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇന്ന് നാം കാണുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മാതൃഭൂമിയാണ് തരുന്നത്. മാതൃഭൂമി മാത്രമാണ് ആ വാർത്ത എക്സ്ക്ലൂസീവായി തന്നിരിക്കുന്നത്. വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാർത്ത മാതൃഭൂമി ലീഡാക്കിയിരിക്കുന്നു. കാണുക, 10 ഏക്കർ വരെ വയൽ നികത്താം എന്നാണ് ഒരു ഓർഡിനൻസിലൂടെ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാർ പറയാൻ പോകുന്നത്.
അനുമതി നൽകാൻ ഏകജാലകം, കൂടുതൽ മൂലധനവും തൊഴിലും ലക്ഷ്യമെന്ന് സർക്കാർ. സ്വകാര്യ ആവശ്യത്തിനായി 10 ഏക്കർ വരെയുള്ള നെൽവയൽ നികത്തുന്നതിന് അനുമതി നൽകാനുള്ള ഓർഡിനൻസിന് സർക്കാർ രൂപം നൽകി. വലിയ പ്രത്യാഘാതങ്ങൾ ഈ വാർത്തയുണ്ടാക്കും. മുല്ലപ്പെരിയാറുമായി ബന്ധിപ്പിച്ച വാർത്ത സിറാജ് 1-ാം പേജിൽ നമുക്ക് തരുന്നു. തമിഴ്നാട് ഒരിക്കൽ കൂടി വിജയിക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു. ആരോപണങ്ങളുടെ കെട്ടഴിച്ച് തമിഴ്നാട് എന്നാണ് സിറാജ് അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. ഇനി ഇന്നത്തെ മുഖപ്രസംഗം. ഈ മുറിവുണക്കാതെ രാജ്യമെങ്ങനെ നാണം മറയ്ക്കുമെന്ന ശീർഷകത്തിൽ മാതൃഭൂമി ഉചിത ഭംഗി നിറഞ്ഞ ഒരു എഡിറ്റോറിയൽ തന്നിരിക്കുന്നു. കാണുക. 2013 ആഗസ്റ്റ് 20-ന് മതവിമർശനത്തിൻ്റെ പേരിൽ മഹാരാഷ്ട്രയിൽ നരേന്ദ്ര ദബോൽക്കർ, 2015 ഫെബ്രുവരി 20-ന് ഗോവിന്ദ് പൻസാരെ, 2015 ഓഗസ്റ്റ് 30-ന് പ്രൊഫസർ MM കൽബുർഗി. വിവേകമുള്ളവർ മുന്നറിയിപ്പ് തന്നിരുന്നു. രാജ്യം കടന്നു പോകുന്നത് അപകടകരമായ ദശാസന്ധിയിലൂടെയാണ്. ഇപ്പോഴിതാ രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരൻ തന്നെ രാഷ്ട്രം ഇന്ന് കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു. രാഷ്ട്രപതി ആശങ്കപ്പെട്ടതുപോലെ നമ്മുടെ ബഹുസ്വരതയിൽ ഏൽക്കുന്ന അഗാധമായ മുറിവുകളാണ് ഈ സംഭവ വികാസങ്ങൾ. ഓരോന്നും രാജ്യത്തെ നാണം കെടുത്താൻ പോകുന്നതാണ്. ഈ മുറിവുകൾ ഉണങ്ങാതെ രാജ്യമെങ്ങനെ നാണം മറയ്ക്കും എന്ന് ആശങ്കപ്പെടുന്നു മാതൃഭൂമി ഈ എഡിറ്റോറിയലിലൂടെ. ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിൽ അറിയാത്ത ചരിത്രത്തിൻ്റെ പകർത്തിവെപ്പുകാരി എന്ന നിലയ്ക്ക് ഇത്തവണ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച സ്വെറ്റ്ലാന അലക്സീവിച്ചിനെ കുറിച്ച് ഒരു ലേഖനം, അവരുടെ കൃതികളെക്കുറിച്ച് ഒരു ലേഖനം സിസി ജേക്കബ് എഴുതിയിരിക്കുന്നു. വാമൊഴികളുടെ പകർത്തിവെപ്പാണ് സ്വെറ്റ്ലാന അലക്സീവിച്ചിൻ്റെ കൃതികൾ ഓരോന്നും. യുദ്ധമുഖത്തും ദുരന്തഭൂമിയിലും പത്രപ്രവർത്തകയായ അലഞ്ഞ കാലത്ത് കണ്ടുമുട്ടിയവരുടെ ജീവിത വീക്ഷണങ്ങൾ, നൂറുകണക്കിന് അഭിമുഖങ്ങളിലൂടെ ചികഞ്ഞെടുത്ത അനുഭവങ്ങൾ, അവർ അതൊക്കെ പല അധ്യായങ്ങളിൽ അടുക്കി വെച്ചപ്പോൾ കനൽക്കാലങ്ങളുടെ അറിയാക്കഥകളുടെ രേഖപ്പെടുത്തലായി അവ മാറി. ഭിന്ന സ്വരങ്ങളെയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ സ്വെറ്റ്ലാന അലക്സീവിച്ച് കൃതികളിലൂടെ പ്രതിഫലിപ്പിച്ചത്. അതിനാലാണ് ബഹുസ്വരമായ എഴുത്തുകൾ എന്ന് അവരുടെ കൃതികളെ സ്വീഡിഷ് അക്കാഡമി വിലയിരുത്തിയതും എന്ന് ഈ മുഖലേഖനം പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ആധാർ കാർഡ് വേണമോ എന്ന് ഇനി 9 അംഗ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കും. എന്നാൽ UPAയും NDAയും ഒരുപോലെ പിന്തുണയ്ക്കുന്ന ആധാർ കാർഡിൻ്റെ ഗുട്ടൻസ് എന്ത്? ഈ കാർട്ടൂൺ കാണുക. ഇത് ആധാർ കാർഡ് നൽകൽ കേന്ദ്രമാണ്. കണ്ണും വിരലടയാളവും കൈരേഖകളും ശേഖരിക്കുന്നതാണ് കാർട്ടൂണിൽ. ഒപ്പം ഒരു കള്ളക്കാറുമുണ്ട്. ആ കാറ് കള്ളത്തരം നിറഞ്ഞതാണ്. കള്ളക്കാറിൽ പാവം ഗ്രാമീണരെ ഗമയിലിരുത്തി നടത്തിയ തട്ടിപ്പാണ് ആധാർ കാർഡ് എന്ന് ഈ കേശവ് കാർട്ടൂൺ ഹിന്ദുവിലൂടെ നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ബീഫ് അനുവദിക്കില്ല, മാട്ടിറച്ചി അനുവദിക്കില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സംഘപരിവാർ പറയുന്ന ഒരു വാചകമാണിത്. ഇതാ ഈ ചിത്രം നിയമസഭയിൽ പോലും, ഈ വാചകം നിയമസഭയിലെത്തിയാൽ എങ്ങനെയിരിക്കും? ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏക സംസ്ഥാനമാണ് കാശ്മീർ. ഈ ചിത്രം കാണുക. അവിടെ ബീഫ് ഫെസ്റ്റ് നടത്തിയ വകയിൽ സഭാതലത്തിൽ വെച്ച് അബ്ദുൾ റാഷിദ് BJP MLA മാർ മർദ്ദിച്ചു. മർദ്ദനമേറ്റ MLAയുടെ ചിത്രം ദീപിക 1-ാം പുറത്ത് വരുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.